ബേപ്പൂരിന്റെ വികസനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് രോഗം വന്നാൽ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോകണ്ട, സാധാരണക്കാർ രോഗം വന്ന് മരിക്കട്ടോ, ഒരു പ്രശ്നമില്ല. പക്ഷേ മന്ത്രിക്ക് അർമാദിക്കണം. അതിനു വേണ്ടിയിട്ട് 4.5 കോടിയുടെ റെസ്റ്റ് ഹൗസ് നവീകരണം, അതിൽ തന്നെ ആർഭാടകരമായ ഒരു റൂം, അത് നവീകരിക്കാൻ വേണ്ടിയിട്ട് 50 ലക്ഷത്തിന്റെ ഇന്റീരിയർ, റിയാസിന് അർമാദിക്കാൻ. പാലം പൊളിയാൻ വേണ്ടി പോകുന്നു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട് പാലം, പുതിയ പാലത്തിന് വേണ്ടി. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ പൈസ നമുക്ക് വേണ്ട. പാലം തകർന്ന കുറച്ച് ആൾക്കാർക്ക് മരിക്കും, പ്രശ്നമൊന്നുമില്ല. പാലം പെയിന്റ് അടിച്ചാൽ മതി. മനുവൻ പറയാണ് പാലം പെയിന്റ് അടിച്ചാൽ മതി. പെയിന്റ് അടിക്കാൻ 1 കോടി രൂപ. പിന്നെ പാലം ഇങ്ങനെ വൈദ്യുത വിളക്കുകൾ ഇങ്ങനെ എന്താ പറയാ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശ ധോരണി വേണം. തകരാൻ പോകുന്ന പാലത്തിന്, തുരുമ്പിച്ച പാലത്തിന് പെയിന്റ് അടിയും വൈദ്യുത അലങ്കാരവും. ഇത്ര പൊട്ടനല്ല, മരപ്പൊട്ടൻ അല്ലേ, മരപ്പൊട്ടനായ ഒരു മരുമോൻ. പക്ഷേ ബേപ്പൂരിൽ മരുമോന്റെ ഞാൻ വിജയിക്കും, താനാണ് വിജയിക്കാൻ പോകുന്നത്. കാരണം എന്താണ്? SDP-കാരുടെ പിന്തുണയുണ്ട്. SDP-കാരുടെ പിന്തുണയുണ്ടെന്ന്. SDPI എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ മതഭീകരന്മാരുടെ പിന്തുണ ഉണ്ട് എന്ന് പറയുന്ന ധാർഷ്ട്യം. അപ്പോഴാണ്